എല്ലാവർക്കും നമസ്കാരം. KT ജലീലും PV അൻവറും ഉൾപ്പെടെയുള്ള ഒരു കോക്കസ് കേരളത്തിൽ ചില നിർണായകമായിട്ടുള്ള കരുക്കൾ നീക്കുന്നു എന്നുള്ള ചർച്ച കേരളത്തിൻ്റെ മലയാളി സമൂഹത്തിൻ്റെ ഇടയിൽ രഹസ്യമായിട്ടുള്ള ഒരു അടക്കം പറച്ചിലായിട്ട് നിലനിൽക്കുക തന്നെയാണ്. ഇന്ന് PV അൻവർ തൊടുത്തുവിട്ട ശരങ്ങൾ ഒന്നൊന്നായിട്ട് പിണറായി സർക്കാരിൻ്റെ നെഞ്ചത്തു ചെന്ന് തറയ്ക്കുമ്പോൾ ADGP അജിത് കുമാറിനെതിരായിട്ടുള്ള 5 അംഗ അന്വേഷണ കമ്മീഷനെയൊക്കെ പിണറായി നിയോഗിച്ചുകൊണ്ട് ആ വിഷയത്തെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുകയാണ്. ഉൾപാർട്ടി രാഷ്ട്രീയ ഭിന്നതയാണ് ഈ വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കുന്നത് എന്ന് മാധ്യമ ലോകം വിവരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയ വാർത്തകൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന മാധ്യമ സംഘത്തിന് ഇത് കേവലം ഒരു വാർത്ത മാത്രമാണ്. ഇതിന് കുറച്ച് നാളുകൾ പിന്നിലേക്ക് നാം ചിന്തിക്കുമ്പോൾ പെരുമ്പാവൂരിലെ ഗുണ്ടാ സംഘങ്ങൾക്കൊപ്പം അവിടെ സൽക്കാര വിരുന്ന് നടത്തി പോലീസ് ജീപ്പിനെ കണ്ട് ഭയന്ന് ബാത്റൂമിൽ ഒളിച്ച ഒരു ക്രൈംബ്രാഞ്ച് DYSPയുടെ വാർത്ത നാം കേട്ട് മറന്നു കാണാൻ സാധ്യതയില്ല. ഇതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം ക്രിമിനൽ പശ്ചാത്തലങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് എന്നുള്ളത് കേരളത്തിൻ്റെ ഗതികേടായി പോയി എന്ന് പൊതുസമൂഹം സ്വയം ശപിക്കുന്ന നിലയിലേക്ക് ഇവിടെ മാറുമ്പോൾ യഥാർത്ഥത്തിൽ പുതിയ വാർത്തകൾ കണ്ടെത്തുക എന്നുള്ള ഒരു വിഷയം മാത്രമാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന മാധ്യമ ലോകത്തിൻ്റെ മുന്നിലുള്ളത്. ഇതൊന്നും അന്വേഷണം എങ്ങുമെത്താതെ അന്വേഷണത്തിന് പരിസമാപ്തിയില്ലാതെ മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ പരിഹാരമില്ലാത്ത വിഷയങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കേരളം എന്ന് പറയുന്നത് മുഴുവൻ നമ്മുടെ ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂപ്രദേശം തന്നെയാണ് എന്ന് അടിവരയിട്ട് ഓരോ വിഷയങ്ങളും വിരൽ ചൂണ്ടുകയാണ്. ഈ കേരളത്തിൽ പുരോഗമനത്തിൻ്റെ നാടെന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും അല്ലെങ്കിൽ ഒരു വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള നാടെന്നുമൊക്കെ നാം അഭിമാനത്തോടു കൂടിയിട്ട് തല ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ കേരളത്തെ നാം ഒന്ന് തിരിഞ്ഞു പരിശോധിച്ചാൽ നമുക്കറിയാം, ആർത്തവം എന്ന് പറയുന്ന ഒരു പുരോഗമന ചിന്താഗതി മുന്നോട്ട് വെച്ച് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യോനി കവാടത്തിൻ്റെ ആർച്ചുണ്ടാക്കി വെച്ച് അതിനുള്ളിലൂടെ നെഞ്ചുവിടർത്തി നടന്നു വരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ചുംബന സമരം എന്ന് പറയുന്ന ആശയം, സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്യമായിട്ട് ചുംബിച്ചുകൊണ്ട് പ്രതിഷേധിക്കാമെന്നുള്ള സമര രീതി രൂപം കൊണ്ട ഭാരതത്തിൻ്റെ ഏക സംസ്ഥാനം. ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള, വികൃതമായിട്ടുള്ള, അപരിഷ്കൃതമായിട്ടുള്ള, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള സമരരീതികളും ആഘോഷങ്ങളുമൊക്കെ കൊണ്ടാടുന്ന കേരളത്തിൽ പീഡനമെന്ന് പറയുന്നത് പ്രായഭേദമന്യേ ഏറ്റവും ക്രൂരമായിട്ട് നിത്യേന നടക്കുന്ന അനുദിന പരിപാടിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്ന് സിനിമാ ലോകത്തിൻ്റെ സ്ത്രീകളുടെ അവസരങ്ങൾ നിഷേധിക്കുന്നതിന് കാരണമാകുന്ന സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് വലിയ വാർത്തകൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് മറക്കാൻ സാധിക്കാത്ത വാളയാറും വണ്ടിപ്പെരിയാറും ഉൾപ്പെടെയുള്ള പിഞ്ചു ബാലികമാരെ പൈശാചികമായി കശക്കി എറിഞ്ഞ നരാധവന്മാരായിട്ടുള്ള പീഡന വീരന്മാരെ, ക്രിമിനലുകളെ സംരക്ഷിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന നാടാണ് കേരളമെന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. ആ കേരളത്തിലാണ് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന വാർത്തകളും ചർച്ചയാവുന്നത്. ഈ കേരളത്തിൽ അപരിഷ്കൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള സാംസ്കാരിക വിരുദ്ധമായിട്ടുള്ള സമര രീതികളും സ്വഭാവവും വളർത്തിയെടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അക്ഷീണമായിട്ടുള്ള പരിശ്രമമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ നാടിൻ്റെ തനതായിട്ടുള്ള നിലനിൽക്കുന്ന പരമ്പരാഗതമായിട്ടുള്ളൊരു സംസ്കാരം,
ആ സംസ്കാരം രാഷ്ട്രഭാരത സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം, ആ തനതു ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് കേരളത്തെ അടർത്തി മാറ്റിയിട്ട് പുരോഗമനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ സംസ്കാര വിമുക്തമാക്കി ലഹരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെയും ഈറ്റില്ലമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ചില വൈദേശിക ഗൂഢാലോചനകളുടെ ഭാഗമായിട്ട് ചില മത തീവ്രവാദികൾ, ചില മത കേന്ദ്രങ്ങളുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് നടത്തുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ കേരളത്തെ ഇത്തരത്തിൽ പരിവർത്തനം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറഞ്ഞു, ആഷിഖ് കപൂറും റിമ കല്ലിങ്കലും ചേർന്ന് നടത്തുന്ന മയക്കുമരുന്ന് സൽക്കാര പാർട്ടികളെ കുറിച്ചുള്ള ആരോപണത്തെക്കുറിച്ച് കേരള സർക്കാർ എന്തുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള പ്രചാരണമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രാധാന്യമോ സർക്കാരോ മാധ്യമങ്ങളോ കൊടുക്കാതെ കടന്നു പോകുമ്പോൾ ഈ നാടിൻ്റെ തനതായിട്ടുള്ള സംസ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടു തന്നെയാണ് ഇത്തരത്തിലുള്ള സംസ്കാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗവും ഒക്കെ ഈ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധ്യമല്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്തായാലും ഇത്തരത്തിലുള്ള വിദേശ കറൻസിയുടെ കടത്തായാലും കള്ളനോട്ടിൻ്റെ പ്രചരണമായാലും ലഹരിയുടെ വിൽപ്പനയായാലും ലഹരിയുടെ ഉപയോഗമായാലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായാലും ഈ എല്ലാ കേസുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇസ്ലാമിക മതവെറിയന്മാരുടെ സാന്നിധ്യം കൃത്യമായിട്ട് 85% കേസുകളിലും നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഒരു മതത്തിൻ്റെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യം ഈ നാടിൻ്റെ സംസ്കാരത്തെ തകർക്കുന്നതിൻ്റെ പിന്നിൽ ആസൂത്രിതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് നാം ആരെയാണ് ഭയക്കുന്നത്? നന്ദി, നമസ്തേ.